أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون. صدق الله العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരന്മാരെ, സർവശക്തനായ നാഥന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സൂക്ഷ്മതയുള്ള അടിമയാറുകളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മ ആദ്യമായി എന്നോടും അതേപോലെ എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പനകൾ, റബ്ബിന്റെ കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വളരെ സൂക്ഷ്മതയോടുകൂടി അനുധാവനം ചെയ്ത് ജീവിക്കുന്ന അവന്റെ ഉത്തമദാസന്മാർ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ ഒരു വെളിപ്പാടകലെ വന്ന് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു വിശ്വാസി അതിനുവേണ്ടി എങ്ങനെയാണ് ഒരുങ്ങി പുറപ്പെടേണ്ടത് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചില ഓർമ്മപ്പെടുത്തലുകളാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞത്, കേൾക്കാൻ കഴിഞ്ഞത്. അതിനെ തുടർന്ന് ഇൻഷാ അള്ളാഹ് ഈ റമദാൻ നമ്മുടെ ഒരു മാസം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായും ഉണ്ടാകേണ്ട ചില തേട്ടങ്ങളിലേക്കുള്ള ചില സൂചനകൾ, അതിന് മാത്രമേ നമുക്ക് സമയമുണ്ടാവുള്ളൂ. ചില തേട്ടങ്ങൾ എന്താണ് റമദാൻ കഴിയുമ്പോൾ ഒരു വിശ്വാസി ആയിത്തീരേണ്ടത്, ആ ലക്ഷ്യത്തോടു കൂടെ തന്നെ വേണം പരിശുദ്ധ റമദാനിനെ നമ്മൾ സ്വീകരിക്കാൻ. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചു, റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ കൽബുകളിൽ ഒരു നനച്ചുകുളി നടത്തണം എന്ന് ഞാൻ പറയുകയുണ്ടായി. മനുഷ്യന്മാരുമായിട്ട് ഏതെങ്കിലും അർത്ഥത്തിൽ പിണക്കമോ അല്ലെങ്കിൽ അതേപോലെ തെറ്റോ തിരക്കോ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെയൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് അതിനൊക്കെ പൊരുത്തപ്പെടിച്ച് അങ്ങനെ പരസ്പരം ഒരു നല്ല സ്വഭാവത്തോടുകൂടി നല്ല ബന്ധങ്ങളെ നിലനിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഈ പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കണം. അങ്ങനെ വരുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുക. ഹജ്ജിന് മാത്രം പൊരുത്തപ്പെടിച്ചാൽ പോരാ, അത് നമസ്കാരത്തിനും നോമ്പും ഏത് സ്വീകരിക്കാനും ഈ മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ നന്നാവേണ്ടതുണ്ട് എന്ന് നമ്മൾ പറയണ്ടേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, ഈ മാസത്തെ കുറിച്ച് പഠിപ്പിച്ചത്, ഷഹ്റു റമദാൻ ഷഹ്റുല്ലാഹ്, റമദാൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാസമാണ്. അപ്പൊ ഷഹ്റു ഷഅബാൻ ഷഹരി, ഷഅബാൻ എന്ന് പറയുന്നത് എൻ്റെ മാസമാണ്. ഷഅബാനുൽ മുതഹ്ഹിർ റമദാനുൽ മുഖഫർ, ഷഅബാൻ എന്ന് പറയുന്നത് ഒരു തത്ഹീറിന്റെ മാസമാണ്, ഒരു വൃത്തിയാക്കലിന്റെ മാസമാണ്. അതോടൊപ്പം തന്നെ റമദാൻ എന്ന് പറയുന്നത് റമദാനുൽ മുഖഫർ, നിങ്ങളുടെ എല്ലാ പാപങ്ങളെയും കരിച്ചു കളയുന്ന ഒരു മാസമാണ്. അപ്പൊ ഷഅബാന് ഒരു തത്ഹീറിന്റെ മാസം അല്ലെങ്കിൽ ശുദ്ധീകരണത്തിന്റെ മാസം, ഒരു വിമലീകരിക്കപ്പെടുന്ന മാസം എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ മനസ്സുകളെയാണ്, നമ്മുടെ കാഴ്ചപ്പാടുകളെയാണ്. അതേപോലെ നമ്മളിൽ നിന്നും വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളും മറ്റുമൊക്കെ പറയുവാനും പടച്ചവനോട് പൊരുത്തപ്പെടിക്കുവാനും ഒക്കെ നമ്മൾ താല്പര്യം എടുക്കുന്നത് പോലെ മനുഷ്യന്മാരുമായിട്ടുള്ള ഇടപാടുകൾ, അവരോട് കാണിച്ചു കൂട്ടിയത്, അതുപോലുള്ള അവരോട് പറഞ്ഞു തീർത്തത്, ചെയ്തു തീർത്തത്, ഇതെല്ലാം നാളെ നമുക്കൊരു ഭാരമായിട്ട് വരും.
സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ച് ഒരുപാട് അമലുമായിട്ട് നമ്മളിങ്ങനെ പോകുമ്പോഴായിരിക്കും ഒരു പറ്റം ആളുകൾ ഇങ്ങനെ വരിവരിയായിട്ട് വന്നിട്ട് പറയും നമ്മളെ കുറിച്ചൊക്കെ, എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചൊക്കെ പറയും. ഹദഫഹദ, ഈ പഹയ എന്നെ പറ്റി അനാവശ്യം പറഞ്ഞ് അല്ലെങ്കിൽ നുണ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്, വ്യാജാരോപണം നടത്തിയിട്ടുണ്ട്. അക്കല മാലഹാദ, എൻ്റെ അടുത്ത് ഇവൻ അന്യായമായി തട്ടി തിന്നിട്ടുണ്ട്, ഇവൻ എൻ്റെ അടുത്തുനിന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. പല തരികടിയും തട്ടിപ്പും ഒക്കെ പറഞ്ഞുകൊണ്ട് അടിച്ചു മാറ്റിയ ആളാണിത്. അതേപോലെ ഷത്തമഹാദ, ഇവനെ എന്നെ അടിച്ചിട്ടുണ്ട്. അടി കൈകൊണ്ടന്നെ ആകണമെന്നില്ലല്ലോ, ചിലപ്പോൾ നാവ് കൊണ്ടും ആകാം. കൈകൊണ്ടുള്ള അടിയൊക്കെ വേദന മാറും, പക്ഷെ നാവ് കൊണ്ട് ചിലപ്പോൾ അത് മാറില്ല. അങ്ങനെയാണ് പറയാറുള്ളത്. അങ്ങനെ ഒരുപാട് ആരോപണങ്ങളുമായിട്ട് കുറേ മനുഷ്യന്മാർ നാളെ വന്നിട്ട് ഈ അമലുകളൊക്കെ നിഷ്ഫലമായി പോയ ഒരു ദുരവസ്ഥയുള്ള ഒരു മനുഷ്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മൾ അതിൽ പെടാതിരിക്കണമെങ്കിൽ ഈ പരിശുദ്ധ റമളാന് സമാഗതമാകുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളൊക്കെ ഒന്ന് പൊരുത്തപ്പെടിക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും അങ്ങനെ ഒരു നല്ല ബന്ധത്തോടുകൂടി, നല്ല ഖൽബുൻ സലീം, വളരെ സംശുദ്ധമായ ഒരു മനസ്സോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ മാസത്തെ നമ്മൾ വരവേൽക്കാൻ തയ്യാറാകേണ്ടതുണ്ട് എന്നാണ്. ഞാനിവിടെ എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചത് എനിക്കും നിങ്ങൾക്കൊക്കെ ഏറെക്കുറെ കാണാപ്പാടം അറിയുന്ന വളരെ സുപരിചിതമായ വിശ്വാസികളുടെ ലക്ഷണങ്ങളെ വളരെ കൃത്യമായിട്ട് എടുത്തു പറയുന്ന ഒരു സൂറത്താണ്. സൂറത്തുൽ മുഅ്മിനൂൻ എന്ന് തന്നെയാണ് ആ സൂറത്തിന്റെ പേര്. വിശ്വാസികൾ എന്ന് തന്നെയാണ് സൂറത്തിന്റെ പേര്. അതിൽ വിശ്വാസികളുടെ സ്വഭാവങ്ങളെ കുറിച്ചും അവരുടെ പെരുമാറ്റത്തെ കുറിച്ചും അവര് എന്തായിരിക്കണം എന്നതിനെ കുറിച്ചുമൊക്കെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചു. വിജയിക്കുന്നല്ല പറഞ്ഞത്, ഓല് വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരവരുടെ നമസ്കാരങ്ങളിൽ വളരെ സൂക്ഷ്മതയുള്ള ആളുകളാണ്. അല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അവര് മോശമായ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് വിട്ട് മാറി നിൽക്കുന്ന, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ആളുകളാണ്. വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ, അവരുടെ സകാത്ത് കൃത്യമായി നൽകുന്ന ആളുകളുമാണ് അവർ. വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അതേപോലെ തന്നെ അവര് സദാചാര മേഖലകളിൽ ഒരു ആൺ പെൺ സൗഹൃദത്തിന്റെയൊക്കെ വല്ലാത്ത ലോകത്ത് അതൊക്കെ പഴയ ആ അതിരും വരമ്പും ഒക്കെ മാറി ഇന്നിപ്പോ സുഗമമായി ആണും പെണ്ണുമൊക്കെ പരിചയപ്പെടുകയും ഇടപഴകുകയും ഒക്കെ ചെയ്യുന്ന വല്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് നമ്മൾ ലിവിങ് ടുഗദറെന്നോ പുതിയ ലിബറലിസമെന്നോ പുതിയ കാലഘട്ടത്തിന്റെ ചില പല പേരുകളും പറഞ്ഞുകൊണ്ട് അത്തരം എല്ലാ തോന്നിയവാസങ്ങളെയും അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ കൊണ്ടു നടക്കുന്ന ഒരു കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വിശ്വാസികൾ അങ്ങനെയല്ല. വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവരവരുടെ സദാചാര മേഖലകളിലുള്ള സൂക്ഷ്മത അങ്ങേയറ്റം പുലർത്തുന്ന ആളുകളാണ് എന്ന് നമ്മളെക്കുറിച്ച് പറയുന്നു. അതിൽ അവർക്ക് അനുവദിക്കപ്പെട്ട ആളുകളല്ലാത്ത ആളുകളിൽ അവർ തീർച്ചയായിട്ടും അതിര് കവിഞ്ഞുകൊണ്ട് പോവുകയില്ല എന്നുകൂടെ അതിനെ തുടർന്നുള്ള വല്ലദീന ഹും ലി അമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ, അവര് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ വെച്ച്, അതായത് അവനെ മുൻനിർത്തിക്കൊണ്ട് അവരെ ഏറ്റെടുത്ത അമാനത്തുകളും അതായത് വാക്കുകളും അതേപോലെ തന്നെ വാഗ്ദാനങ്ങളും ഒക്കെ അവർ പാലിക്കുന്ന ആളുകളായിരിക്കും. വല്ലദീന ഹും അലാ സ്വലവാതിഹിം ഹാഫിളൂൻ, വീണ്ടും നമസ്കാരത്തെ കുറിച്ച് പറയുന്നു. എന്നിട്ട് പിന്നെ അവസാനം പറയുന്നത് ഉലൈക ഹുമുൽ വാരിസൂൻ, അവരാണ് യഥാർത്ഥത്തിൽ വാരിസുകൾ. അവരാണ്, നമുക്ക് പാലക്കാട്ടുകാർക്ക് വാരിസ് എന്ന് പറഞ്ഞ വേഗം അറിയും. നമ്മൾ പറയുന്നത് വാരിസ് പറഞ്ഞ അനന്തരാവകാശികൾ. വല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ, അവർ എന്തിന്റെ അനന്തരാവകാശി എന്ന് പറഞ്ഞാൽ സ്വർഗം അനന്തരമെടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നിത്യവാസികളായിട്ടുള്ള ആളുകൾ. ഇത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ആയത്തുകളാണ്, വിശ്വാസിയുടെ സ്വഭാവങ്ങളായിട്ട് നമ്മോട് എടുത്തു പറഞ്ഞിട്ടുള്ളതുമാണ്. ഇതിലൊന്നും പുതുമുള്ള കാര്യങ്ങളൊന്നുമില്ല. നമസ്കാരത്തെ കുറിച്ച് പറയുന്നു, സക്കാത്തിനെ കുറിച്ച് പറയുന്നു, അതേപോലെ വാഗ്ദാനത്തിൽ എങ്ങനെ വാക്ക് പാലിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ കുറെ സംഗതികളെ അടുക്കി പറഞ്ഞിരിക്കുന്നു. ഞാൻ ഈ ആയത്ത് ഇവിടെ ഓതുവാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, നമ്മളൊക്കെ അമലിലും വിവാദത്തിലും വളരെ ശ്രദ്ധയുള്ള ആളുകളാണ്. അതിനെക്കുറിച്ച് വളരെ ജാഗരൂകരാണ്.
ഇനിയിപ്പോ ഈ തറാവീഹ് എന്താണ് നമ്മുടെ റമദാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചർച്ച ഇനി പ്രധാനമായിട്ടും അതാണ്. അത് 8 ആണോ 11 ആണോ 22 20 എന്നൊക്കെ ഭയങ്കര കൂലങ്കഷമായി ചർച്ച ചെയ്യുകയും അതിന് വല്ലാതെ മനസ്സിങ്ങനെ ബേജാറാക്കി പോവുകയും ചെയ്യുന്ന നമ്മുടെ ഇടയിൽ മുഴുവൻ അങ്ങനെ അതിൽ കുനൂത്ത് ഓതേണ്ടതുണ്ടോ, മിത്രത്തിൽ ഇങ്ങനെ ഇത് ഓതേണ്ടതുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും ഈ സമുദായത്തിന്റെ ഇടയിൽ ഏറ്റവും വലിയ ചർച്ചകൾ എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ അവരുടെ അമലുകളെ കുറിച്ചാണ്, അവരുടെ ഇബാദത്തുകളെ കുറിച്ചാണ്. അതിനുള്ള സാങ്കേതികമായിട്ടുള്ള വളരെ സൂക്ഷ്മമായ വിശകലനത്തിൽ ഉള്ള ഓരോ കാര്യങ്ങളെ കുറിച്ച്. ഞാൻ സത്യം പറഞ്ഞാൽ അത് വേണ്ടാന്നല്ല പറയണത്. ഇത് താല്പര്യമെടുത്തുകൊണ്ട് ഈ ചർച്ച നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനേക്കാൾ വലിയൊരു പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്നു, നമ്മുടെ ഇത് ഇല്ലാതെ പോകുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കില്ലാതായാൽ പാടില്ല. നമ്മളിവിടെ എടുത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്, നമസ്കാരവും അമലും ഇബാദത്തും ഒക്കെ എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്ന് അതൊക്കെ നമുക്ക് ഹദീസിൽ നിന്ന് വളരെ വ്യക്തമാണ്. അത് പല ഇമാമുകളുടെ പല ആളുകളുടെ അഭിപ്രായങ്ങളിൽ ചില അഭിപ്രായാന്തരങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ ഫറദിന്റെ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ആർക്കുമില്ല. സുന്നത്തായ കാര്യങ്ങളിലായിരിക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക, അല്ലെങ്കിൽ നഫിലായിട്ടുള്ള കാര്യങ്ങളുടെ പേര്. പക്ഷെ അത് ഫറദിനേക്കാൾ ഏറ്റവും വലിയ കടമയാണ്, ഫറലാണ് എന്ന് ഈ സമുദായത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ഐക്യം എന്ന് പറയുന്നത് ഫറലാണ്. നമ്മളൊക്കെ തമ്മിലുള്ള ഐക്യം എന്ന് പറയുന്നത് ഫറലാണ്. പക്ഷെ ഈ സുന്നത്തിന്റെ പേരിൽ ആ ഫറദ് നമ്മൾ നഷ്ടപ്പെടുത്തി പോകുന്ന, അനൈക്യമുണ്ടാക്കുന്ന, പരസ്പരം ഗോഗോ വിളിക്കുന്ന, പരസ്പരം തെറി വിളിക്കുന്ന ഒരു സംഘടനയിൽപ്പെട്ട ആളുകൾ തന്നെ. ഇന്നൊക്കെ ഈ സോഷ്യൽ മീഡിയ വ്യാപകമായപ്പോൾ നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്, മുസ്ലിം അല്ലാത്ത ആളുകൾ വരെ കാണില്ലേ സഹോദരന്മാരെ? ഇതൊക്കെ ഇന്നലെ വരെ ഒരുമിച്ച് നിന്ന ആളുകൾ ഇന്നിപ്പോ എന്തോ ഒരു സംഗതിയിൽ ഇങ്ങനത്തെ ചില കാര്യത്തിന്റെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറിയും മറ്റുമൊക്കെ പൊഴിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും അനാവശ്യം പറയില്ല, അസഭ്യം അവന്റെ വായെന്ന് വരില്ല. ഇസ്ലാമിന് വേണ്ടിയിട്ടായി പറയണതേ, മേക്ക് കെട്ടിയിട്ട് സ്റ്റേജ് കെട്ടിയിട്ട് പരസ്പരം ഇങ്ങനെയൊക്കെ വരുമ്പോ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമലുകൾക്കും ഇബാദത്തുകൾക്കും ഒക്കെയുള്ള പ്രാധാന്യത്തിന്റെ ഇടയിൽ അഖ്ലാഖ്, സ്വഭാവം എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ പ്രാധാന്യം പറ്റ മറന്നു പോകുന്നു. അതാണ് വേറൊരു വിഷയം. ഇതിൽ അഖ്ലാഖ് വളരെ പ്രധാനമാണ്. മുഹമ്മദ് അൽ ഗസാലി എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട് ഈജിപ്തിലെ. മുസ്ലിം സ്വഭാവം എന്ന് പറയുന്ന വളരെ വിഖ്യാതമായ ഗ്രന്ഥം, അദ്ദേഹത്തിന്റെ മുസ്ലിം ക്യാരക്ടർ നല്ല ബുക്കാണ് ഖുലുഖുൽ മുസ്ലിം. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയ വളരെ പ്രത്യുൽപ്പന്നമതിത്വമുള്ള വളരെ പ്രഗത്ഭനായ പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ അടുത്തൊരു സഹോദരൻ വന്ന് ചോദിച്ചത്, ഇങ്ങനെ അവരൊന്ന് പറയുന്നു, ഷാഫി എന്ന് പറയുന്നു, ഹനഫി എന്ന് പറയുന്നു, സലഫി എന്ന് പറയുന്നു, ഹലഫി എന്ന് പറയുന്നു, പറഞ്ഞ പോലെ പലരും പലതും പറയുന്നു. എനിക്കിതെല്ലാം കൂടെ ആയിട്ട് വല്ലാത്തൊരു പ്രയാസത്തിലാണ്. ഞാനിത് ഏതാണ് പിൻപറ്റേണ്ടത്? കൈ ഇവിടെ കെട്ടണമെന്ന് പറയുന്നു, ഇവിടെ കെട്ടണമെന്ന് പറയുന്നു, ഇങ്ങനെ പാടില്ല പറയുന്നു, അങ്ങനെ പാടെന്ന് പറയുന്നു. ഓരോ ഇമാമുകളുടെയും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇതിൽ നിന്നൊന്ന് കതിരും പതിരും കല്ലും നെല്ലും വേർതിരിച്ച് ഏതാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, നീ കയ്യ് ഇത്തിരി മേലെ കെട്ടി അല്ലെങ്കിൽ താഴെ കെട്ടി. അദ്ദേഹത്തിന്റെ ചോദ്യമാണ് കേട്ടോ. ഇത്തിരി മുകളിലും കെട്ടി അല്ലെങ്കിൽ താഴെ കെട്ടി, അതിന്റെ പേരിൽ ഇത് നരകത്ത് പോകുമോ ചോദിച്ചു. വേണമെന്ന് അതില്ല, അല്ലാണ്ട് റസൂലിന്റെ ഒരു സുന്നത്ത് പിൻപറ്റുന്നിടത്തോട് സൂക്ഷ്മത കുറവ് വന്നേ ഉള്ളൂ. അതിന്റെ പേരിൽ ഏതായാലും നരകത്ത് പോവില്ല. പക്ഷെ നിന്റെ സ്വഭാവം മോശമാണെങ്കിൽ ഉണ്ടല്ലോ, ഉറപ്പായിട്ട് നരകത്ത് പോകും. അപ്പൊ നീ ഏതിനാണ് ശ്രദ്ധിക്കേണ്ടത്? ഇതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്ത ഒരു കിതാബുണ്ട്. ആ കിതാബ് വായിച്ചാൽ ഈ എല്ലാവരുടെ അഭിപ്രായമുണ്ട്, റസൂലിന്റെ അഭിപ്രായമുണ്ട്, റസൂലിന്റെ ഹദീസ് ഉണ്ട്, ഇമാമുകളുടെ അഭിപ്രായമുണ്ട്, നിനക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അത് പറഞ്ഞിട്ട് സന്തോഷത്തിൽ പോകുമ്പോഴാണ് മൂപ്പര് തിരിച്ചു വിളിച്ചിട്ട് ഇത് ചോദിച്ചത്. എന്തെന്ന് അറിയാം, ഇങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ മാറ്റം വന്ന അതിന്റെ പേരിൽ നിരകത്ത് പോവോ? ഇത് തല മറച്ചു, തല മറച്ചില്ല, ഇതിന്റെയൊക്കെ പേരിൽ അത് സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതൊന്നും സംഭവിക്കില്ല. എന്നാ ഒരു കാര്യം, അഖ്ലാഖിന്റെ കിതാബുകൾ വായിക്കും, സ്വഭാവത്തിന്റെ കിതാബുകൾ. ഒരു വിശ്വാസിയുടെ സ്വഭാവവും എന്തായിരിക്കണം? വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒറ്റയ്ക്ക് അയാളുടെ പെരയിൽ ജീവിക്കുന്ന, വീട്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനല്ല. ഇവിടെ പരകോടി മനുഷ്യന്മാരുടെ ഇടയിൽ എന്താണ് ഇസ്ലാം എന്ന് ആളുകൾ നോക്കിക്കണ്ട് മനസ്സിലാക്കേണ്ട ആളാണ് നിങ്ങൾ, ഞാനും നിങ്ങളൊക്കെ. എന്നെ നോക്കി നിങ്ങളെ നോക്കിയിട്ടാണ് അവർ ഇസ്ലാം പഠിക്കുന്നത്.
എന്റെയും നിങ്ങളുടെയൊക്കെ സ്വഭാവം നോക്കിയിട്ട്, പെരുമാറ്റം നോക്കിയിട്ട്, വർത്തമാനം നോക്കിയിട്ട്, നമ്മുടെ ഇടപാടുകളും ഇടപെടലുകളും നോക്കിയിട്ട്, നമ്മുടെ ഇടപെടലുകളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന നമ്മുടെ സത്യസന്ധത, നമ്മുടെ വാക്കുപാലനം, നമ്മുടെ അതേമാതിരി വാങ്ങിയ കൊടുക്കല്, കൊടുത്താ വാങ്ങല് എന്നൊക്കെ പറഞ്ഞ പോലെ കുറേ സ്വഭാവമുണ്ട്. ഒരു മരത്തിന്റെ പൂക്കളും കായയും പഴങ്ങളും ഒക്കെ എങ്ങനെ ആ മരത്തിനെ ആകർഷിക്കുന്നുവോ അതേപോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്വഭാവങ്ങൾ അയാളെ ആകർഷിക്കണം. അയാളുടെ സ്വഭാവം കണ്ടുകൊണ്ട് ആളുകൾ വരണം. അതാണല്ലോ പ്രവാചകന്റെ ഏറ്റവും വലിയ അസറ്റ്. എന്തായിരുന്നു? ഏറ്റവും വലിയ പ്രവാചകന്റെ കൈമുതലായിരുന്നു അങ്ങേറ്റത്തെ ഉദാത്തമായ സ്വഭാവത്തിന്റെ നിറകുടമാണ്, അതിന്റെ നേർക്കാഴ്ചയായിരുന്നു പ്രവാചകൻ. അതായിരുന്നു പ്രവാചകൻ. അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത്. ഇതേപോലെ നമ്മൾ നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത് എന്തിനെ? പ്രവാചകനെ താങ്കളെ ഈ ദുനിയാവിലേക്ക് അയച്ചത് നല്ല എല്ലാ സ്വഭാവങ്ങളുടെ മികവും തികവും, ആ മികച്ച സ്വഭാവങ്ങൾ അതിന്റെ പൂർത്തീകരണം താങ്കളിൽ നിന്ന് ആളുകൾക്ക് അനുഭവിക്കാൻ കഴിയണം. വേറൊരു ഭാഗത്ത് റസൂലിനോട് ചോദിച്ചല്ലോ, അല്ലേ? താങ്കള് പരുഷ സ്വഭാവിയും കുറച്ച് കർക്കടമുഷ്ടിക്കാരനും ഒക്കെ കഠിന ഹൃദയനും ഒക്കെ ആയിരുന്നെങ്കിൽ റസൂലെ താങ്കളിൽ നിന്ന് ഈ ജനങ്ങളൊക്കെ അകന്നു പോകുമായിരുന്നു. ജനങ്ങളെ നിങ്ങളുമായിട്ട് അടുപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് എന്ത് എന്ന് ചോദിച്ചാൽ, മനുഷ്യന്മാരിൽ ആകർഷിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഞാനിത് പറയാനുള്ള കാരണം, ഈ മുഅ്മിന്റെ ലക്ഷണം ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾ, ഞാനിപ്പോ പറഞ്ഞ ആയത്തുകൾ, മോമിനുകൾ ജയിച്ചു, അവരവരുടെ നമസ്കാരത്തിൽ ബദ്ധശ്രദ്ധരാണ്, അങ്ങേറ്റത്തെ ശ്രദ്ധയും സൂക്ഷ്മതയും ഖൗഫും തഖ്വയും ഒക്കെ പാലിക്കുന്ന ആളുകളാണ് അവരുടെ നിസ്കാരത്തിൽ. അത് പറഞ്ഞിട്ട് അല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, മോശമായ കാര്യങ്ങളിൽ, മറ്റേ അനാവശ്യമായ കാര്യങ്ങളിൽ, യാതൊരു ഗുണവുമില്ലാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്ന്, അനാവശ്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്നുകൊണ്ട് അള്ളാഹുവിന്റെ അടിമകളായിട്ട് ഏറ്റവും നന്നായി നിസ്കരിക്കുന്നതോടൊപ്പം രണ്ടാമതായിട്ട് പറഞ്ഞത് മോശമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാണ്. അപ്പൊ ആദ്യം പറഞ്ഞത് ഒരു ഇബാദത്താണ്, രണ്ടാമത് പറഞ്ഞതോ ഒരു സ്വഭാവമാണ്. ഇനി മൂന്നാമത് പറയുന്നതോ ഒരു ഇബാദത്താണ്, അല്ലെങ്കിൽ സക്കാത്തിനെ കുറിച്ചാണ് പറയുന്നത്. നാലാമത് പറഞ്ഞതോ ഒരു സ്വഭാവമാണ്. എന്താണ്? സദാചാരം. ആണും പെണ്ണും ഇടപെടലുകളിൽ അതിനും ഇതിലും ഇല്ലാതെ പോവുകയല്ല വേണ്ടത്, അവിടെയൊക്കെ സ്വീകരിക്കേണ്ട നിലപാടുകൾ. ഇങ്ങനെ നമ്മൾ എടുത്തു നോക്കിയാൽ പല ഭാഗത്തും വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഭാഗം നിങ്ങൾ എടുത്തു നോക്കുക. അവിടെ റുകൂഉം സുജൂദും കാര്യങ്ങളും ഒക്കെ പറയുന്നതിന്റെ ഇടയിൽ ആളുകളോട് എങ്ങനെയാണ് അവർ നടക്കുന്നത്, എങ്ങനെയാണ് അവർ പെരുമാറുന്നത്, എങ്ങനെയാണ് അവരുടെ ശബ്ദം എങ്ങനെയാണ്. വേറൊരു ഭാഗത്ത് ഖുർആൻ അതും പറഞ്ഞു. അവരെങ്ങനെയാ അവരുടെ ശബ്ദം എങ്ങനെയായിരിക്കണം, അവരുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കണം, പുതിയ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ നടത്തം എങ്ങനെയായിരിക്കണം, അവരുടെ ശബ്ദത്തിന്റെ ആ വോയിസ് മോഡുലേഷൻ, അല്ലെ, ആ ശബ്ദത്തിന്റെ താളവിന്യാസം, അതിന്റെ ലയവിന്യാസം, അതൊക്കെ പഠിപ്പിക്കുന്നത്. എന്തിനാ ഇതൊക്കെ പഠിപ്പിക്കുന്നത്? നിങ്ങൾ സാധാരണ മനുഷ്യന്മാരല്ലേ? നിങ്ങൾ ഇവിടെയുള്ള 15 കോടി മനുഷ്യരുടെ മുമ്പിൽ ഇസ്ലാം എന്താണെന്ന് നിങ്ങളുടെ നടത്തത്തിലൂടെ, നിങ്ങളുടെ വാക്കിലൂടെ, നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ, നിങ്ങളുടെ സ്വഭാവത്തിലൂടെ ആളുകൾക്ക് പഠിക്കാൻ കഴിയണം. അതിനു വേണ്ടിയാണ്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും സ്വഭാവവുമായി ബന്ധപ്പെട്ട വേറെ എന്തൊക്കെയാ പറയുന്നത്? വാക്ക് പാലിക്കുന്നവരായിരിക്കും അവര്, അമാനത്ത് കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും. എന്തെങ്കിലും വിശ്വസ്തയോടുകൂടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഈ നമ്മളെ ബിൽഡിങ്ങുകളുടെ സ്ഥലക്കച്ചവടങ്ങള്, ബിൽഡിങ്ങിന്റെ ഇടപാടുകള്, ഇതുപോലുള്ള സംഗതികളിലൊക്കെ പലപ്പോഴും ഒക്കെ ഗുരുതരമായിട്ടുള്ള വാക്ലംഘനങ്ങൾ നടത്തിയതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഇല്ലേ? ഒരു പറഞ്ഞു വെച്ചിട്ടുണ്ടാവും, ഒരു അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടാവും, അപ്പുറക്ക് നല്ലൊരാള് വേറെ വന്നിട്ടുണ്ടാവും, അപ്പൊ മെല്ലങ്ങ് മറിച്ചു കൊടുത്തു. അത് നമ്മള് വാക്കല്ല, കയ്യക്കാരും മാറ്റാൻ പറ്റൂലല്ലോ, വാക്കെല്ലാം മാറ്റാൻ പറ്റും. ഇങ്ങനെയൊക്കെ നമ്മുടെ ചില സംഭവമുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടില് പ്രയോഗമുണ്ട്. എന്താണെന്നറിയാം? ഉപ്പ് പൊളിച്ചാൽ മുട്ട ചതിക്കും എന്ന് പറയും. നമ്മളെ കുറിച്ച് പറയുന്നതാ. ഒരു ഹൈറൂമത്തിനെ കുറിച്ച് ഇവിടുത്തെ മുസ്ലിം അല്ലാത്ത ആളുകളുടെ ഒരു വായനയാണ്. ഉപ്പിന് അതിന്റെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാപ്പിള ചതിച്ചിരിക്കും. മുട്ട പറഞ്ഞ പണ്ട് എല്ലാ മുസ്ലിങ്ങളൊക്കെ മുട്ട എടുക്കുകയാണ്. അപ്പൊ ആയതുകൊണ്ട് മൊത്തം നമ്മൾ അങ്ങനെയാ പറയുന്നത്. ഇതൊക്കെ ഇങ്ങനെ ഒരു പരികല്പന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വായന നമ്മളെ കുറിച്ച് എന്തേ ഉണ്ടായത്? എന്നാൽ നമ്മൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചല്ലോ കേട്ടോ. സക്കാത്തിന്റെ കാര്യത്തിൽ സക്കാത്തോടെ ഇരിക്കട്ടെ. ബാക്കി ഒരു നോമ്പിന്റെ കാര്യത്തില്, ആ നോമ്പ് തുറക്കണ നേരം, ഇരിക്കണ നേരം,
അതില് ഒരു പള്ളിയിൽ ഇത്തിരി നേരത്തെ ഒരു സെക്കൻഡിലോ ഒരു മിനിറ്റിലോ ഒക്കെ വ്യത്യാസമുണ്ട്. ആ പള്ളിയിലത്തെ വാങ്ങി കൊടുക്കൂല, ഞാൻ നമ്മുടെ പള്ളിയിലെ ഇവിടുത്തെ സമയത്തെ ഞാൻ നോമ്പ് തുറക്കുള്ളൂ. അങ്ങനെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ഇതൊക്കെ കൊണ്ട് നടക്കും. അത്ര കണ്ട് അമലിബാദത്തുകളുടെ കാര്യത്തിൽ സൂക്ഷ്മത വേണം. പക്ഷെ അതിനെ മുഴുവൻ വിനഷ്ടമാക്കി കളയുന്ന ഈ കാര്യത്തെക്കുറിച്ച് എന്തുമാത്രം നമ്മൾ ബോധവാന്മാരാണ്. നോക്കുക, നമുക്ക് നമസ്കാരം ഓരോ സംഗതി എടുത്തു നോക്കിയാലും എന്തിനാ നിസ്കാരം? മോശവും മ്ലേച്ഛവുമായ എല്ലാ പ്രവൃത്തിയിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാനുള്ളതാണ് നിസ്കാരം. നിസ്കാരക്കാരനാണ് എന്ത് ചെയ്യുന്നത്? മയക്കുമരുന്ന് കടത്തുന്നത്. മയക്കുമരുന്ന് കടത്തിയിട്ട് പിടിക്കപ്പെട്ട ആളുടെ താടിയും നിസ്കാരത്താഴ്മൊക്കെ ഇട്ട ബേജാറായി പോവാണ് അല്ലേ? അതേമാതിരി തന്നെ ഖുറാന്റെ ഉള്ളിൽ ഇതുമായിട്ട് കള്ളക്കടത്ത് നടത്തുന്നത്. ഇങ്ങനെ പല സംഗതികളും നോക്കുമ്പോൾ മോശവും മ്ലേച്ഛവുമായിട്ടുള്ള പ്രവർത്തനവും നിസ്കാരവും കൂടെ ഒന്നിച്ചു കൊണ്ടുപോവുകയാണ്. ഈ നമസ്കാരവും അവന്റെ ഇബാദത്തും ഒന്നും അവന്റെ സ്വഭാവത്തെ ഒന്നും സ്വാധീനിക്കുന്നില്ല. ഇതിപ്പോ ഈ സാധനം ഉണ്ടല്ലോ, ഈ പേന, ഇപ്പൊ നിങ്ങളെ എന്നോട് ചോദിക്കണം, സൈവൻ ആ പേന തരുന്നു ഒപ്പിടാൻ. അപ്പൊ ഞാൻ എന്താ പറയണമെന്ന്, ഇതൊരു ട്യൂബില്ല, ഇതൊരു ട്യൂബില്ല. ഇത് പറഞ്ഞ നിങ്ങൾ എന്താ പറയാ? പിന്നെ എന്തിനാ ചങ്ങായി അത് കൊണ്ട് നടക്കണം? ചോദിക്കുമല്ലേ, നമ്മൾ ചോദിക്കുമല്ലോ. സമയത്രയും ഇത് ഓടുന്നില്ല. ഈ ഓടാത്ത വാച്ചും എഴുതാത്ത പേനയും കൊണ്ട് നടക്കുന്ന, അലങ്കാരത്തിന് കൊണ്ട് നടക്കുക, എന്താണ് കെട്ടുകാഴ്ച അല്ലെ? വേഷക്കെട്ട് നമ്മുടെ ഭാഷയെ പറഞ്ഞ ആളുകളുടെ മുമ്പിൽ കാണിച്ചു കൂട്ടാൻ വേണ്ടി മാത്രം ചില സാധനം കൊണ്ട് നടക്കുക. എഴുതാത്ത പേന കൊണ്ട് എത്ര ഉപകാരമില്ലയോ അതേപോലെ തന്നെയാണ് മോശവും മ്ലേച്ഛവുമായ സ്വഭാവങ്ങളിൽ നിന്ന് നിങ്ങളെ മാറ്റാത്ത നിസ്കാരം. ഒരാൾക്ക് നിസ്കാരമുണ്ട്, പക്ഷെ അയാളെ ഈ സ്വഭാവം എല്ലാ ദുസ്വഭാവമായ ചങ്ങായിലുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അതെന്താ കാരണം? എഴുതാത്ത പേന പോലെ തന്നെ നിസ്കാരം കൊണ്ട് നടക്കുകയാണ്. ഞാൻ നിസ്കാരക്കാരനാണ്, ഈ നിസ്കാരക്കാരനാണെന്ന് പറയുന്നതോടുകൂടെ നമ്മൾ പല ആളുകളെയും വിശ്വസിച്ചായിട്ട് എന്തായാലും 5 നേരം നിസ്കരിക്കുന്ന മനുഷ്യനല്ലേ, അവനത് ചെയ്യൂല. ഇത് ജനങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ ചില സ്ഥാപിത താല്പര്യങ്ങൾ നേടാനുള്ള നല്ലൊരു മറയാണ്. അങ്ങനെ കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അങ്ങനെ നമസ്കാരത്തെ ഇതിനെയൊക്കെ ഒരു അടയാളങ്ങളായിട്ട് ഒരു വേഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. നോമ്പിന് എന്തായാലും അത് പറ്റൂല. നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോമ്പുണ്ടോ ഇല്ലെന്ന് ആരും അറിയില്ല, നമുക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷേ നോമ്പാകണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ മോശമായ സ്വഭാവങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം. പരുഷമായ പ്രകൃതിയും പെരുമാറ്റത്തിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. അല്ലാത്ത ആളുകൾക്ക് നോമ്പല്ല. മല്ലയത് കൗലസൂരി വല്ല അമല ബിഹി ഫലൈസലില്ലാഹി ഹാജത്തും ഫി അയ്യദാ തുആമഹു വശറാബ്. ആര് മോശമായ വാക്കും പ്രവൃത്തിയും ഉപേക്ഷിക്കാതെ നോമ്പെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പഠിച്ചൊരു പോയൊരു ആവശ്യമില്ല കേട്ടോ. നിങ്ങളിങ്ങനെ പട്ടിണി കിടന്നുകൊണ്ടെന്ന് നിങ്ങളെ വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ ഇങ്ങനെ ഇടങ്ങേറാക്കണം. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും തൈറോയിഡും ഒക്കെ വെച്ചിട്ടാണ് ഈ നോമ്പെടുക്കണത്. ഇതെല്ലാം വെച്ചിട്ടാണ് ഈ നോമ്പെടുക്കണത്. എന്നിട്ട് ഈ പ്രയാസമൊക്കെ അനുഭവിച്ച് നോമ്പെടുത്തിട്ട് ആ നോമ്പിനെ ബാത്തിലാക്കുന്ന പണിയാ. വായി തോന്നിയ പറയാ, അനാവശ്യം പറയാ, പെട്ടെന്ന് അങ്ങോട്ട് ചൂടാകുക. പൊന്നാര മക്കളെ ഉപ്പാക്ക് നോമ്പാണ്, അടുത്തേക്ക് പോണ്ട എന്ന് വളരെ ഇതോടുകൂടെ പറയേണ്ടി വരുന്ന ഉമ്മ അല്ലേ? എന്നിട്ട് കാരണം മൂപ്പര് പീടി വലിച്ചിട്ടില്ല, ചായ കുടിച്ചിട്ടില്ല, അങ്ങനെ വല്ലാത്തൊരു ചൂടിലായിരിക്കും. നോമ്പ് കിട്ടായാൽ പിന്നെ ആള് വേറൊരു സാധനമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നോമ്പ് എന്താണ് ആക്കേണ്ടത്? നമ്മളെ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ആളുകളാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞത്, നിങ്ങൾ എന്തെങ്കിലും മോശമായിട്ടുള്ള വാക്കോ പ്രവൃത്തിയോ വേറൊരാൾ ഇന്നിട്ട് പറഞ്ഞാൽ, ഒരാളിപ്പോ ഒരു നോമ്പുകാരനോട് തട്ടിക്കയറി മെക്കിട്ട് കയറി വന്നു നമ്മളോടെന്തോന്ന് പറഞ്ഞു വന്നാൽ ഇനി സായ്മൻ അവൻ പറയട്ടെ, ഞാൻ നോമ്പുകാരനാണ്, നീ എന്നോടൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് അതേമാതിരി പറയില്ല കേട്ടോ. കാരണം എന്താ ചെന്നാൽ അവൻ നോമ്പുകാരൻ. ഞാനൊരു പ്രത്യേക പ്രക്രിയയിലൂടെ എന്നെ നല്ലൊരു വിശ്വാസിയാക്കി മാറ്റിയെടുക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ലൊരു മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ആയതുകൊണ്ട് ഈ സമയത്ത് നീ പറഞ്ഞ പോലെ തിരിച്ചു പറയാൻ അറിയാഞ്ഞിട്ടല്ല അല്ലേ? എന്നിട്ട് എടാ പറഞ്ഞ പോടാന്ന് പറഞ്ഞോളെ. ഇസ്ലാം അങ്ങനെ പോടാന്നൊന്നും പറയാൻ എന്താ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഈ ചെകിട് തനിച്ച മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ച് പറയുകയൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് അനുവാദമുള്ള അവകാശമുള്ള സംഗതികൾക്കുള്ള പോലും അങ്ങേറ്റത്തെ മാന്യമായിട്ട് അവരോട് തിരിച്ച് പ്രതികരിക്കുക, അതൊരു ഉയർന്ന നിലവാരമാണ്. ആ ഒരു നിലവാരമുള്ള ഒരു മനുഷ്യനായിട്ട് എന്നെ നിങ്ങളെ മാറ്റുകയാണിത്. വേഗം മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം തന്നെ. ഒരു പോലീസുകാരൻ, അയാൾ ആ യൂണിഫോം ഇട്ടാൽ
ആ യൂണിഫോമിന് ഇട്ടിങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ആ യൂണിഫോം ഇട്ടിട്ട് ചെയ്യാൻ പാടില്ലാത്ത കുറെ പണിയുണ്ട്, അത് അയാൾ ചെയ്യൂല. കാരണം അയാൾ ഡ്യൂട്ടിയിലാണ്. ബിവറേജിന്റെ മുമ്പിൽ പോയിട്ട് ക്യൂ നിന്നിട്ട് 2 ബോട്ടിൽ വാങ്ങാൻ വേണ്ടി നിൽക്കാൻ പറ്റുമോ അയാൾക്ക്? പറ്റുമോ? ചോദിച്ചാൽ കൊടുക്കും. ഉള്ളിലും സർക്കാരാണ്, പുറത്തും സർക്കാരാണ്. ചോദിച്ച സാധനമൊക്കെ കൊടുക്കും, പക്ഷേ പോവില്ല. അതേപോലെ ആ യൂണിഫോം ഇട്ടിട്ട് നെറുകെട്ട വേറൊരു പണി അയാൾ ചെയ്യൂല. കാരണം എന്താന്ന് വെച്ചാൽ ഈ യൂണിഫോമിന് ഡിഗ്നിറ്റി ഉണ്ട്, അതിനൊരു മര്യാദ ഉണ്ട്. ഇതേപോലെ തന്നെയാണ് രാവിലെ നവൈത്തു സൗമുഖത്ത് നിന്ന് തലേദിവസം പറഞ്ഞിട്ട് രാവിലെ ആ നെയ്യത്തോടു കൂടെ ഞാൻ ആ നോമ്പിലേക്ക് പ്രവേശിച്ചു എന്ന് സുബൈക്ക് നമ്മളങ്ങോട്ട് നോമ്പിലേക്ക് പ്രവേശിച്ചാൽ അത്താഴമൊക്കെ കഴിഞ്ഞിട്ട് ഞാനിത് ആ നോമ്പിലേക്ക് ആയിരിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് നമ്മൾ നോമ്പിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു യൂണിഫോമിലാണ് നമ്മൾ. പിന്നെ 6:35 6:40 നോമ്പ് തുറക്കണ വരെ ആരിങ്ങോട്ട് എന്ത് പറഞ്ഞാലും അവൻ അത് തിരിച്ചു പറയൂല. ഇങ്ങനെ ഒരു ഒരുപാട് നോമ്പ് നോറ്റവരല്ലേ. ഇപ്പൊ ഞാനൊരു 10-60 വയസ്സായ ആളാണ്. ഒരു 10-15 വയസ്സിൽ മുതൽ ഞാൻ ശരിക്കും കൃത്യമായിട്ട് ആ എന്താണ് നോമ്പെന്ന് മനസ്സിലായിട്ട് നോമ്പെടുക്കൽ തുടങ്ങി വിചാരിക്കാം. ഈ 45 കൊല്ലത്തും നോമ്പുകൊണ്ട് ഞാൻ എന്തായിട്ടുണ്ടാകണം അല്ലേ? ഓരോ വർഷവും എന്നെ സ്ഫുടം ചെയ്തെടുക്കുകയാണല്ലോ. ഓരോ വർഷവും എന്നെങ്ങനെ ഇതിൽ നിന്ന് തെളിഞ്ഞു വരികയാണല്ലോ. അങ്ങനെ മാറി 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 വന്ന് ഇന്ന് ഏറ്റവും നല്ല തക്കവുള്ള ഒരു പത്തരമാറ്റ തങ്കങ്ങളായി 916 ഞാൻ നിങ്ങളൊക്കെ മാറണ്ടേ? അപ്പൊ ഈ നോമ്പൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുതാത്ത പേനയാണോ? ആണോ? കെട്ടുകാഴ്ചയാണോ? വേഷക്കെട്ടാണോ? ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ കാണിക്കാൻ മാത്രമുള്ളതാണോ? അതിപ്പോ നമ്മൾ തീരുമാനം എടുക്കണം. നമ്മളിപ്പോ തീരുമാനം എടുക്കണം എങ്ങനെയായിരിക്കണം നമ്മുടെ നോമ്പ് വേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാനം എടുക്കണം. ഇവിടെ നമ്മൾ നല്ല സൂക്ഷ്മതയുള്ള ആളുകളാണ്. ഇപ്പൊ ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, അസറിന് വെള്ളം വായിൽ വെച്ചിങ്ങനെ ആക്കുന്ന സമയത്ത് ഈ നമ്മുടെ പാലക്കാട്ടിലെ മാർച്ച് മാസത്തെ ചൂടേ ഭയങ്കര ചൂട്, തൊണ്ടങ്ങനെ വരണ്ട് വലിക്കാണ് താഴ്ത്തി. ഒരിറ്റ് വെള്ളം ഇറക്കിയാൽ ലെഫ്റ്റും റൈറ്റും ഇരിക്കുന്ന ആള് കാണൂല. നിങ്ങൾ ഇറക്കണ്ടോ? ഇറക്കില്ല. അള്ള കാണും. അള്ള കാണും എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഇറ്റ് വെള്ളം ഇറക്കുന്നില്ല, ഒരു ഭക്ഷണം ഇറക്കുന്നില്ല, അതൊക്കെ റബ്ബ് കാണും എന്ന വല്ലാത്തൊരു പേടി നമുക്കുണ്ട്. പക്ഷേ ഇന്ന് വേറൊരാളെ പറ്റി പറഞ്ഞില്ലേ, മോശമായിട്ടൊരു കുറ്റം പറഞ്ഞില്ലേ, വേറൊരാളെ പറ്റി ഒരു അപവാദം പറഞ്ഞില്ലേ, വേറൊരാളുടെ ചീത്ത പറഞ്ഞില്ലേ, വേറൊരാളോട് മോശമായി പെരുമാറില്ലേ, ഇതൊന്നും അള്ള കാണൂല. അള്ള നിങ്ങൾ വെള്ളം ഇറക്കണത് മാത്രം നോക്കിയിട്ടിരിക്കുകയാണോ? ഇത് നോമ്പിന്റെ ബോഡിയാണത്. ഒന്നും തിന്നാണ്ടിരിക്കുക, കുടിക്കാണ്ടിരിക്കുക, ലൈംഗികമായിട്ടുള്ള സംഗതികൾ ബന്ധപ്പെടാതിരിക്കുക എന്ന് പറഞ്ഞ ബോഡിയാണ്. അതിനൊരു ആത്മാവുണ്ട്. ആ ആത്മാവ് പറഞ്ഞാണ് ഈ സംഗതി. ആ ആത്മാവും കൂടെ ഉണ്ടെങ്കിലാണ് ഭക്ഷണം കഴിക്കാതെയും അതേപോലെ തന്നെ ലൈംഗികമായിട്ട് ബന്ധപ്പെടാതെയും ഒക്കെ ഇരിക്കുന്ന അതേ സൂക്ഷ്മത നമ്മുടെ വാക്കും വർത്തമാനവും പെരുമാറ്റത്തിലും ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അത് ഉണ്ടാവില്ല. ആയതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇൻഷാ അല്ലാഹ് എന്താകണമെന്ന് വെച്ചാൽ നമുക്ക് ഈ നോമ്പിലൂടെ നമ്മുടെ സ്വഭാവത്തെ ടാർഗറ്റ് ചെയ്യണം. കുറെ അമലിഭാഗത്തും അതിന്റെ ഇതൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് പറയാം. ഈ റമളാനിലെ ഈ മാസത്തിന്റെ ഹുർമത്തുകളും അതിലെ നോമ്പിന്റെ ശ്രേഷ്ഠതകളും അതിന്റെ കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഇരിക്കണവർക്കൊക്കെ അറിയാം. കുറെ കൊല്ലായിരൊക്കെ കിട്ടി. അത് ഞാൻ എന്നാലും നമുക്കത് പറയാം. പക്ഷെ ഇതൊക്കെ കേട്ട് പറഞ്ഞ് കുറെ ദിക്റും കാര്യമൊക്കെ ചെയ്തിട്ട് കുറെ സദഖയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിന് മുഴുവൻ ബാത്തിലാക്കണമായിട്ടുള്ള പെരുമാറ്റം നമ്മുടെ ഇന്നുണ്ടായാൽ, സ്വഭാവം നമ്മുടെ ഇന്നുണ്ടായാൽ പിന്നെ നമ്മളെക്കാൾ വലിയ നഷ്ടക്കാരാണുള്ളത്. ഒന്ന് ആലോചിച്ചോ. അപ്പൊ ആയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്യാരക്ടർ അല്ലെ, ഇംഗ്ലീഷിൽ പ്രോവർബ് അറിയില്ലേ, ഇഫ് വെൽത്ത് ഈസ് ലോസ്റ്റ് നത്തിങ് യു ലോസ്റ്റ്. നിങ്ങളുടെ കാശ് പോയാൽ നമുക്ക് ഒരു ചുക്കും പോയില്ല, ഹെൽത്ത് പോയാൽ സംതിങ് യു ലോസ്റ്റ്. പക്ഷെ ഇഫ് ക്യാരക്ടർ ഈസ് ലോസ്റ്റ് എവറിത്തിങ് യു ലോസ്റ്റ്. ക്യാരക്ടർ പോയാലുണ്ടല്ലോ, സ്വഭാവം പോയാൽ പിന്നെ ഒക്കെ പോയി. ഹെൽത്ത് പോയാൽ എന്തോ ഒന്ന് പോയിട്ടുള്ളൂ, കാശ് പോയാൽ ഒന്നും പോയിട്ടില്ല. പക്ഷെ സ്വഭാവം ഒരു മനുഷ്യന്റെ നല്ല സ്വഭാവം പോയാൽ പിന്നെ അവൻ എന്ത് പൈസ ഉണ്ടായിട്ടും കാര്യമില്ല, എന്ത് ചേലും ചോക്കും ഉണ്ടായിട്ടും കാര്യമില്ല, എന്ത് വിവരവും വിജ്ഞാനവും ഉണ്ടായിട്ടും കാര്യമില്ല, എന്ത് പണ്ഡിതനായിട്ടും ഖത്തീബായിട്ടും ഒന്നും കാര്യമില്ല. അതാണ് എന്നെ പോയി കാണുന്നത്. അവരുടെ സ്വഭാവമാണല്ലോ ഈ സ്റ്റേജുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പണ്ഡിതന്മാര് തമ്മിൽ വിഴുപ്പല പൊക്കുമ്പോ അനാവശ്യ വാക്കും വർത്തമാനവും ഒക്കെ പറഞ്ഞിട്ട് കാണുന്നത് എന്താണ്? ക്യാരക്ടർ പോയതാണ്. ഇസ്ലാം ഏറ്റവും കൂടുതൽ ഊന്നുന്നത് അമലിന് എത്ര താല്പര്യം കൊടുത്തോ അത്ര തന്നെ താല്പര്യം കൊടുത്ത ദർശനമാണ് അഖ്ലാഖ്. ഇസ്ലാം അഖ്ലാഖിന് പ്രാധാന്യം കൊടുത്ത ദർശനമാണ്.
ആയതുകൊണ്ട് അഖ്ലാഖിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല. ഇവിടെ ആരും വയത് പറഞ്ഞിട്ടല്ല ഇസ്ലാം ഉണ്ടായത്. ഇവിടെ ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നതല്ല. അവര് കച്ചവടത്തിന് വന്നത്. കച്ചവടം വന്നപ്പോൾ അവര് പോയിട്ട് ഓരോരുത്തരെയും കരിമേറ്റിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം പറഞ്ഞു കൊടുക്കാൻ തന്നിട്ടില്ല. അവരുടെ സ്വഭാവം കണ്ടിട്ട് ആളുകൾ ഇങ്ങോട്ട് വരികയായിരുന്നു. അതാണ് ഉണ്ടായത്. ഞാനും നിങ്ങളൊക്കെ ആ പോസ്റ്റിലാണുള്ളത്. അങ്ങനെ ഒരു സംഗതി നിർവഹിക്കേണ്ട സ്ഥാനത്താണുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ റമദാനിലൂടെ നമ്മുടെ പഴയ ചില സ്വഭാവങ്ങളൊക്കെ ഒന്ന് മാറ്റി പുതിയ ചില രീതികളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കാം. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ദോഷം പറിച്ചിട്ട് പോലെ പറിച്ചിടാൻ പറ്റിയ കാര്യമല്ല അത്. പക്ഷെ നിരന്തരമായിട്ട് ഒരു മാസം നമ്മൾ ശ്രമിച്ചിട്ട് ആ ഒരു മാസത്തെ പരിശീലനം ചെയ്യേണ്ട തുടർന്നുള്ള 11 മാസം ആ സ്വഭാവക്കാരായിട്ട് മാറാൻ കഴിയുക എന്നുള്ളത് വലിയ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ കാര്യങ്ങളെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി സമീപിക്കുന്ന ഉത്തമ വിശ്വാസികളെ നമ്മെ ഉൾപ്പെടുത്തുമാറാണ്.